ഇപ്പോൾ പറയൂ, ആരാണ് ജയിച്ചത്? ഞാനല്ലേ? എവിടെ എന്റെ 50 രൂപ? തരാം. തരൂ. തരാമെന്ന് പറഞ്ഞു. എനിക്കിപ്പോ വേണം. എന്തായത്? ഒരു കോളേജ് സ്റ്റുഡന്റ് വസതി കണ്ടില്ലേ? ഷൂസിനെടുത്ത് കട്ടിലിൽ കിടത്തി ഉറക്കിയിരിക്കുന്നു. തലയിൽ ചുമക്കേണ്ട കല്ലെല്ലാം കുറച്ച് മേജപ്പുറത്ത് വെച്ചിരിക്കുന്നു. ഏയ്, നിങ്ങൾക്കെല്ലാം ഈ തുണിയിട്ട് അലങ്കരിച്ച് നടക്കാനല്ലാതെ അന്തസ്സ ജീവിക്കാൻ അറിയില്ല അല്ലേ? അത് ശരിയാണ്. എന്നാ ഒരു കാര്യം ചെയ്യും, ദിവസം ഇവിടെ വന്ന് എന്നെ ഒന്ന് പഠിപ്പിച്ചതാ. പഠിപ്പിക്കുന്നുണ്ട്, സമയം വരട്ടെ. ഏയ്, എനിക്ക് ഇച്ചിരി ചായ കുടിക്കണം. അതിന് ഉണ്ടാക്കാമെങ്കിൽ ഞാനും പങ്കുകൂടാം. ഒരു പങ്കുകാരൻ. എവിടെ ഇരിക്കുന്നു തേയിലും പഞ്ചസാരയും? അതിന്റെ മുകളിൽ കാണും. ഏതായാലും സാറിന്റെ തേയിലും പഞ്ചസാരയും വെച്ചിരിക്കുന്ന സ്ഥലം തരക്കേടില്ല. എന്താണ് കിടന്ന് തപ്പുന്നത്? എന്റെ ടവലിവിടെ ഉണക്കായിട്ടുണ്ട്, കാണുന്നില്ല. എവിടെ പോകാനാ? ഏതായാലും ഈ വിദ്യകളൊക്കെ ഒന്ന് പഠിക്കേണ്ടത് തന്നെയാണ്. ക്ഷീണിച്ചു കാണും. ഈ ചായ ഒന്ന് കഴിക്കണം. അയ്യോ, 7:30. ഇന്ന് സിനിമയുടെ പ്രോഗ്രാം ഉണ്ട്. അമ്മാവനും ഉണ്ടാവും. എന്താ, വരുന്നോ? അമ്മാവനുമായിട്ടുള്ള കൂട്ടുകൃഷിയൊന്നും എനിക്ക് വേണ്ട. ഒറ്റയ്ക്ക് കൂടെ വരാമോ? മനസ്സില്ല. എന്നാ പിന്നെ അമ്മാവനും മരുമക്കളും പരിവാരങ്ങളുമായിട്ട് അങ്ങ് പോയാട്ടെ. ഞാനില്ല. ഓൾ റൈറ്റ്, ഐ ആം ഗോയിങ്. പിന്നെ സിനിമയ്ക്ക് ഇരിക്കട്ടെ, മറ്റന്നാള് നമ്മുടെ പിക്നിക് ഉണ്ട്. ആലോചിക്കട്ടെ. അതൊന്നും പറ്റില്ല. ദാറ്റ് ഈസ് ഫിക്സ്ഡ്. ഓൾ റൈറ്റ്, ബൈ ബൈ. പിക്നിക്കിനാണ് വന്നിട്ടുള്ളതെങ്കിലും എനിക്ക് പേടിയാവുന്നു. എന്തു പറ്റി? വരുന്ന വഴിക്ക് അമ്മാവൻ നമ്മളെ കണ്ടോ എന്ന് എനിക്കൊരു സംശയം. അത്രേ ഉള്ളൂ. അതിനെന്താ പേടിക്കാൻ? എന്റെ അമ്മാവന്റെ സ്വഭാവം എനിക്കെല്ലാം അറിയാവൂ. മടങ്ങി ചെല്ലുമ്പോഴേ അറിയാം. ഒരു 100 നുണ പറഞ്ഞാണ് ഞാൻ തടി തപ്പിയത്. എന്തു നുണ പറഞ്ഞു? കോളേജിൽ നിന്നും പെൺകുട്ടികളെല്ലാം പിക്നിക് പോകുന്നു, പ്രൊഫസർമാരെല്ലാം കൂടെ ഉണ്ടെന്നെല്ലാം. അത് ശരിയാണല്ലോ. പെൺകുട്ടികൾക്കെല്ലാം വേണ്ടി ഉഷ, പ്രൊഫസർ, ഞാൻ. എന്താ പോരെ? ഉഷേ, ഉഷേ,
രാജി? ടയർ വെടിഞ്ഞീർന്നു, ഇവിടെ കുഞ്ഞത് തന്നെ. അയ്യോ, വീട്ടിൽ ഞാൻ എന്ത് പറയും? ഇപ്പോൾ തന്നെ അമ്മാവന് സംശയം തോന്നി കാണും. അവരെന്നെ സംശയിക്കട്ടെ. ഈ രാത്രി നമ്മൾ എന്ത് ചെയ്യാനാ? ചട്നി ഇല്ലേ? ഞാൻ ഒരു കാര്യത്തിലും സ്റ്റെപ്പിന് കരുതാറില്ല. ഞാനൊരു ഓപ്റ്റിമിസ്റ്റാണ്. മനസ്സിലായോ? മനസ്സിലായി മനസ്സിലായി. അവിടെ ഒരു വിളക്ക് കാണുന്നു. നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഇറങ്ങ. ആരുമില്ല ഇവിടെ? എന്തു വേണം? വരണം. ഞങ്ങൾ വഴിയാത്രക്കാരാണ്. കാറിന് കേടുപറ്റിപ്പോയി. ഇനിയിപ്പോ അതുകൊണ്ട് നന്നാക്കാൻ വഴിയില്ല. ഇന്ന് രാത്രി ഇവിടെ ഒന്ന് കഴിഞ്ഞു കൂടണം. ഇത് സത്ര ഹോട്ടലൊന്നുമല്ല, ഇതെന്റെ വീടാ. പെണ്ണുങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ല. അതെ, നിങ്ങൾ എവിടുന്നാ വരുന്നേ? ഞങ്ങൾ പിക്നിക്കിന് വന്നതാണ്. പിക്നിക്കോ? അതെവിടാപ്പനെ? ഞാൻ പോകാത്ത സ്ഥലമൊന്നും ഈ 4 അയൽവക്കത്തും ഇല്ല. പിന്നെ ഇതെവിടാ ഈ നാട്? പിക്നിക് എന്ന് പറഞ്ഞാൽ വിനോദയാത്ര എന്നാണ് അർത്ഥം. ഓഹോ, കല്യാണത്തിന് മുൻപുള്ള ഏർപ്പാടല്ലേ? കൊച്ചുങ്ങളെ, അതിന് ഇവിടെ സ്ഥലമില്ല. നിങ്ങൾ പോ. അമ്മാവൻ അങ്ങനെ പറയരുത്. ഇവിടെ ഞങ്ങൾക്ക് ഒരു പരിചയവുമില്ല. കൊച്ചേ, നീയും ഇങ്ങനെ തുടങ്ങരുത്. പിക്നിക്ക് നടത്തി വെച്ച് ആ പിള്ളേരെ അങ്ങ് പോകും. നീ പിന്നെ വിഷമിക്കുന്നത്. ദയവ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. കാർ നന്നാക്കാനുള്ള ഒരാളെ കിട്ടിയാലും മതി. ഇതാ ഇതിരിക്കട്ടെ. ഞാൻ ചുമ്മാ കളിതമാശ വർക്കല്ലേ, ഇങ്ങോട്ട് ഇരുത്താട്ടെ. ഞാൻ ഒരു നിമിഷത്തിനകം വരാം. ഈ കഥകൾ കുറ്റിയിട്ടേക്കാം. ശരി. വണ്ടി നന്നാക്കിയിട്ട് ഞാൻ വരുവുള്ളൂ. മതി മതി. എന്തൊരു തണുപ്പ്. തലയ്ക്ക് ചൂടുള്ളത് കൊണ്ടായിരിക്കും. ഉഷയ്ക്ക് തണുക്കുന്നില്ലേ? തലയ്ക്ക് ചൂടുണ്ടെങ്കിലേ ശരീരം തണുക്കുള്ളൂ. എന്റെ തലയ്ക്ക് ചൂടില്ല. ആ കേരൻ പറഞ്ഞതാണ് സത്യം. കല്യാണത്തിന് മുമ്പുള്ള പിക്നിക് കുഴപ്പമാണ്. ഉഷേ, ആ കസേരയിൽ പോയിരിക്കണം സാറേ. ധൃതി പിടിക്കരുത്.